തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. മകനെ പിരിയാനാവാതെ പിതാവ് ജീവനൊടുക്കി. കോടതി ഉത്തരവിനെ തുടർന്ന് മകനെ അമ്മയ്ക്കൊപ്പം വിട്ടു നൽകേണ്ടി വന്നതിലുള്ള മാനസിക വിഷമത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാരൻ ജീവനൊടുക്കി. കുമളി കോഴിമല സ്വദേശിയും ബസ് കണ്ടക്ടറുമായ രഞ്ജീഷാണ് വിഷം കഴിച്ച് ചികിത്സയിലിരിക്കെ അന്തരിച്ചത്. 6 വർഷത്തോളമായി രഞ്ജീഷ് ഒറ്റയ്ക്ക് വളർത്തിയ മകനെ പിരിഞ്ഞതിലുള്ള കടുത്ത മാനസിക വേദനയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത്. 6 വർഷം മുൻപ് ജോലി ആവശ്യത്തിനായി രഞ്ജീഷിന്റെ ഭാര്യ ഷാർജയിലേക്ക് പോയിരുന്നു. തുടർന്ന് കോഴിമലയിലെ വീട്ടിൽ മാതാപിതാക്കളുടെ സഹായത്തോടെ രഞ്ജീഷാണ് മകനെ നോക്കി വളർത്തിയത്. എന്നാൽ വിദേശത്ത് വെച്ച് ഭാര്യ മറ്റൊരാളുമായി ബന്ധത്തിലാവുകയും രഞ്ജീഷുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തതായി കുടുംബം പറയുന്നു. 1 മാസം മുൻപ് നാട്ടിലെത്തിയ ഭാര്യ മകനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പന കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി വിധി അനുകൂലമായതോടെ കുട്ടിയെ അമ്മയ്ക്കൊപ്പം വിട്ടയക്കേണ്ടി വന്നു. മകനെ പിരിഞ്ഞതോടെ രഞ്ജീഷ് കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം റോബിൻ കാരക്കാടൻ വ്യക്തമാക്കി. തുടർന്ന് ഒരാഴ്ച മുൻപാണ് രഞ്ജീഷ് വിഷം കഴിച്ചത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു മരണം. രഞ്ജീഷിന്റെ മരണശേഷവും അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കുട്ടിയെ വിട്ടുനൽകാൻ അമ്മ വിസമ്മതിച്ചതായി നാട്ടുകാർ ആരോപിച്ചു. ഒടുവിൽ ബന്ധുക്കൾ വീണ്ടും കോടതിയെ സമീപിച്ച ശേഷമാണ് അന്ത്യകർമ്മങ്ങൾക്കായി കുട്ടിയെ വീട്ടിലെത്തിക്കാനായത്. പ്രിയപ്പെട്ട ജീവനക്കാരന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും സഹപ്രവർത്തകരും. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയുന്ന മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.